നമസ്കാരം. ഇന്ന് നമുക്ക് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നാൽ എന്താണെന്ന് പരിശോധിക്കാം. ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ ഫ്രം പോയിന്റ് ഓഫ് ഒറിജിൻ ടു പോയിന്റ് ഓഫ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ ഉറവിടം മുതൽ അവസാനം അത് ആക്ച്വൽ കൺസ്യൂമറിന്റെ ഉപഭോക്താവിന്റെ അടുത്ത് എത്തുന്നവരെയുള്ള ആക്ടിവിറ്റീസിനെ എല്ലാം മാനേജ് ചെയ്യുന്നതിനെയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലുള്ള പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എല്ലാം ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റിയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാകാം, അല്ലെങ്കിൽ സാധനങ്ങൾ വാഹനത്തിൽ കയറ്റുന്നതാകാം, വാഹനത്തിൽ നിന്ന് ഇറക്കുന്നതാകാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നാം എല്ലാം കഴിക്കുന്ന ചോറ് അത് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ കിച്ചണിൽ നിന്ന് കിട്ടിയെന്നായിരിക്കാം നമ്മളുടെ പെട്ടെന്നുള്ള ഒരു ആൻസർ. പക്ഷെ യഥാർത്ഥത്തിൽ അത് എവിടുന്നാണ് നമുക്ക് കിട്ടിയത്? നമ്മൾ റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് അരി മേടിക്കുന്നു, അത് ചോറായി മാറുന്നു. റീറ്റെയിലർക്ക് കിട്ടിയത് ഹോൾസെയിലറുടെ കയ്യിൽ നിന്നാണ്, ഹോൾസെയിലർക്ക് കിട്ടിയത് അത് ഡീലറുടെ കയ്യിൽ നിന്നാണ്, ഡീലർക്ക് കിട്ടിയത് മില്ലിൽ നിന്നാണ്, മില്ലിന് കിട്ടിയത് അവിടുത്തെ ഫാക്ടറിയിൽ നെല്ല് കുത്തി അരിയാക്കിയത് കൊണ്ടാണ്. നെല്ല് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അവിടുത്തെ പർച്ചേസ് മാനേജർ ഫാർമറുടെ അടുത്ത് പോയി, കൃഷിക്കാരന്റെ അടുത്ത് പോയി വാങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ ഉറവിടത്തിൽ നിന്ന് കിട്ടിയ റോ മെറ്റീരിയൽ ആയ നെല്ലിനെ കൺവേർട്ട് ചെയ്ത് അരിയാക്കി ആ അരിയെ യഥാർത്ഥ ഉപഭോക്താവായ ജനങ്ങളിൽ എത്തിച്ചു. ആ കംപ്ലീറ്റ് ആക്ടിവിറ്റിയെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. കാരണം നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, അത് ലോഡ് ചെയ്യുന്നു, പിന്നീട് അൺലോഡ് ചെയ്യുന്നു, പിന്നീട് അഗെയിൻ നമ്മൾ പാക്ക് ചെയ്യുന്നു, റീപാക്ക് ചെയ്യുന്നു, അത് പിന്നെയും സ്റ്റോർ ചെയ്യുന്നു, പിന്നീട് അഗെയിൻ ലോഡ് ചെയ്യുന്നു, ഹോൾസെയിലർ എടുത്തും റീറ്റെയിലർ എടുത്തും അവസാനം കൺസ്യൂമർ എടുത്തെത്തുന്നു. അപ്പം മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ്. കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമർക്ക് എവിടെ സാധനം വേണോ, എപ്പോൾ വേണമോ, എങ്ങനെ വേണമോ അവിടെ എത്തിക്കുന്നതിനെയാണ് കസ്റ്റമർ സർവീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ്, അതില് മൂന്നാമത്തെ കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി. എപ്പോൾ വേണം അല്ലെങ്കിൽ എവിടെ വേണം എന്ന് കസ്റ്റമർ ആഗ്രഹിക്കുന്നത് പോലെ മാത്രമല്ല, അത് ഏതെല്ലാം രീതിയിൽ വേണം. നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, നമ്മൾ റിജിഡ് ആയിരിക്കരുത്. അതായത് ഇങ്ങനെ വരാൻ പറ്റുന്നുള്ളതല്ല, കസ്റ്റമറുടെ ആവശ്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടോ അതെല്ലാം മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതാണ് ഫ്ലെക്സിബിലിറ്റി. നാലാമത്തെ പോയിന്റ് ആണ് ഡിമാൻഡ് പ്രോസസിംഗ്. കസ്റ്റമർക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് ആവശ്യമനുസരിച്ച് അല്ലെങ്കിൽ ലിസ്റ്റ് അനുസരിച്ച് അവർക്ക് ആവശ്യമുള്ളതനുസരിച്ച് നമ്മൾ സാധനങ്ങൾ എടുത്ത് അല്ലെങ്കിൽ അതിനെ പിക്ക് ചെയ്ത് സോർട്ട് ചെയ്ത് എടുക്കുന്നു. അതിനുശേഷം അത് പാക്ക് ചെയ്യുന്നു, ലേബൽ ചെയ്യുന്നു, വേ ചെയ്യുന്നു, സാധനങ്ങൾ ലോഡ് ചെയ്ത് കസ്റ്റമർ എടുത്ത് എപ്പോൾ വേണമോ എങ്ങനെ വേണമോ അവിടെ എത്തിച്ചു കൊടുക്കുന്നതാണ് ഡിമാൻഡ് പ്രോസസിംഗ് അല്ലെങ്കിൽ ഓർഡർ പ്രോസസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആണെങ്കിൽ റോ മെറ്റീരിയൽ അക്വയർ ചെയ്ത് ഫാക്ടറിയിൽ കൊണ്ടുപോയി അത് പ്രോസസ് ചെയ്ത് ഫിനിഷ്ഡ് മെറ്റീരിയൽ ആക്കുന്നു, അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, പിന്നീട് ആവശ്യാനുസരണം നമ്മളത് പല ചാനലിൽ കൂടെ ഹോൾസെയിലർ, റീറ്റെയിൽ മുതലായ ചാനലിൽ കൂടെ കസ്റ്റമറുടെ അടുത്ത് ആക്ച്വൽ കൺസ്യൂമറുടെ അടുത്തേക്കുന്ന ഈ എല്ലാ ആക്ടിവിറ്റിയും ചേർന്നതിനെയാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. താങ്ക് യു വെരി മച്ച്.